ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഈ ഒക്ടോബർ 4 ശനിയാഴ്ച ദിനത്തിൽ കേരള ബോക്സ് ഓഫീസിൽ തകർത്തോടുന്ന 4 ചിത്രങ്ങൾ. കാന്താര, ലോക, ബാൾട്ടി, മിറാഷ് ചിത്രങ്ങളുടെ കളക്ഷൻ അപ്ഡേറ്റുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇടയിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ അത് തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടെ ആവശ്യപ്പെടുകയാണ്. ബാൾട്ടിയുടെ കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് വരാം. ബാൾട്ടി 9ാം ദിനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഷെയ്ൻ നിഗം നായകനായി എത്തിയിരിക്കുന്ന ഈ ഒരു ചിത്രം മികച്ച രീതിയിൽ തന്നെയാണ് പ്രകടനം നടത്തി വരുന്നത്. 357ഓളം ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 9500ഓളം ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നതും. ഇന്ന് 7 മണി വരെയുള്ള കളക്ഷൻ അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. ഇവിടെ 12.83% സിനിമയുടെ ഒക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. 15,17,000 രൂപയോളമാണ് സിനിമയുടെ ഇതുവരെയുള്ള ട്രാക്ഡ് ഗ്രോസായി വന്നിരിക്കുന്നത്. അതായത് ഏറെക്കുറെ ഇന്ന് 20-22 ലക്ഷം രൂപ വരും, അല്ലെങ്കിൽ 25 ലക്ഷം രൂപ വരെ ട്രാക്കിങ്ങിലൂടെ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സിനിമ ഏകദേശം 40 ലക്ഷം രൂപ ഇന്നും നേടുമെന്നുള്ളതാണ്. ഇന്നലെയും സിനിമയ്ക്ക് 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടാൻ കഴിഞ്ഞു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 7.25 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു. ട്രാക്കിങ്ങിലൂടെ മാത്രമേ 5.75 ലക്ഷം രൂപ കഴിയുന്നു എന്നുള്ളതാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 10 കോടിക്ക് അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് മിറാഷ് എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ ഡീറ്റെയിലുമായിട്ട് വരാം. മിറാഷ് ഫൈനൽ റണ്ണിൽ തന്നെയാണ്. ഏകദേശം എല്ലാ ദിവസവും 50-60 ഷോകൾ മാത്രമാണ് ട്രാക്ക് ചെയ്യപ്പെടുന്നത്. ഇന്ന് 57 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 2.5 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. 1500ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. ഇതിനോടകം തന്നെ 8-8.5 കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള സിനിമയുടെ കളക്ഷനായി വന്നത്. 6.5 കോടിയാണ് വന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് 8.5 കോടിക്ക് ആ റേഞ്ചിലാണ് സിനിമയുടെ വന്നിരിക്കുന്നത്. ഇന്നലെയും സിനിമയ്ക്ക് 2,26,000 രൂപയായിരുന്നു വന്നിരുന്നത് ട്രാക്കിങ്ങിലൂടെ. ഏകദേശം ഇന്ന് അതിന് മുകളിലേക്ക് പോകുന്നു. 3 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജിത്തു ജോസഫിൻ്റെ ഈ ഒരു സിനിമ നല്ല ലെവലിലാണ് റൺ ചെയ്തതെങ്കിലും ബാക്കിയുള്ള സിനിമകൾ വന്നു കഴിഞ്ഞപ്പോൾ വലിയ ഇടിവിലേക്ക് പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ കാന്താരയും ലോകയൊന്നും അത്ര രീതിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് കുറച്ചും കൂടെ നല്ല റൺ വരികയും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ ഒരു 10 കോടിക്ക് മുകളിൽ സിനിമ നേടിയേനെ. കാന്താരയുടെ കളക്ഷൻ ഡീറ്റെയിൽസുകളിലേക്ക് കടന്നു വരാം. കാന്താര കുതിച്ചുയരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാന്താരയുടെ ആദ്യം ട്രാക്ഡ് കളക്ഷൻസിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനുശേഷം നമുക്ക് ഇന്നലത്തെ കളക്ഷനും ഡീറ്റെയിലും ഒക്കെ ആയിട്ട് വരാം. കാന്താര ഇന്ന് ഞെട്ടിക്കുന്ന കളക്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ട്രാക്കിങ്ങിലൂടെ ഇതുവരെ 1747 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 2,96,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 60% കേരളത്തിൽ ഒക്യുപ്പൻസിയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 4,76,00,000 രൂപയാണ്. അതായത് ഇന്ന് പ്രതീക്ഷിക്കുന്നത് 5,50,00,000 രൂപ ട്രാക്കിങ്ങിലൂടെ തന്നെ വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് 3.5 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുമെന്നുള്ളതും. ഈ ദിവസങ്ങളിൽ, ഈ 3 ദിവസങ്ങളിലും സിനിമയ്ക്ക് 5 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ പറ്റി. ആദ്യ ദിനം 6,06,00,000 രൂപയാണെങ്കിൽ രണ്ടാം ദിനം ഏറെക്കുറെ 5 കോടിയും മൂന്നാം ദിനം നമ്മൾ 6 കോടിയുമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ട്രാക്കിങ്ങിലൂടെ മാത്രം 14 കോടി നേടിയിരിക്കുകയാണ് സിനിമ. ഏകദേശം 18 കോടിക്ക് മുകളിൽ ഇന്നത്തോടെ കളക്ഷൻ വരുമെന്ന് ഉറപ്പിക്കുകയാണ്. കാന്താരയുടെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് രണ്ടാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുമായിട്ട്. ആദ്യ ദിനം സിനിമയ്ക്ക് 89 കോടിയാണ് നേടാൻ കഴിഞ്ഞതെങ്കിൽ രണ്ടാം ദിനം സിനിമയ്ക്ക് ഇടിവുണ്ടായിരുന്നു. നമുക്കറിയാം വർക്കിംഗ് ഡേ തന്നെയാണ്. പക്ഷേ 66 കോടിയാണ് സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടാൻ സാധിച്ചത്. കേരള ബോക്സ് ഓഫീസ് തന്നെയാണ് അഴിഞ്ഞാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റഡിയായിട്ട്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് അത്ര ഗംഭീര അല്ലെങ്കിൽ കളക്ഷൻ വരുന്നില്ല എന്നുള്ളതാണ്. ആദ്യ ദിവസത്തിനേക്കാളും താഴെയാണ്. ഏകദേശം 10 കോടിക്ക് അടുത്ത് മാത്രമാണ് സിനിമയ്ക്ക് ഓവർസീസിൽ നിന്ന് രണ്ടാം ദിനം വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്നറിയില്ല. എന്തായാലും ഓവർസീസിൽ സിനിമയ്ക്ക് അത്ര മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ഡൊമസ്റ്റിക്കൽ വമ്പൻ കുതിപ്പ് തന്നെയാണ് സിനിമ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നോടെ സിനിമ 2 ദിവസം കൊണ്ട് സിനിമ 150 കോടിക്ക് അടുത്ത് എത്തി എന്നുള്ളതാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് 155 കോടിയാണ് പലരും പറയുന്നതെങ്കിൽ ചിലർ 148 കോടി വരെ പറയുന്ന കണക്കുകളുമുണ്ട്. ഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ വന്നിട്ടില്ല. ഇന്നത്തോടെ സിനിമ 200 കോടിയിൽ കയറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇന്നത്തെ കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏകദേശം 90 കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ്. എന്തായാലും തകർത്ത് വാരുകയാണ് സിനിമ. ലോകയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. ലോക ഇതാ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകയുടെ വീഴ്ച കണ്ട് കൈയടിക്കാൻ നോക്കിയിരുന്നവർക്ക് കർണത്തടി കിട്ടുന്ന പോലെയാണ് ലോകയുടെ കളക്ഷൻ പോകുന്നത്. അതെ, അങ്ങനെ തന്നെയാണ് സിനിമ ഈ ഒരു 38ാം ദിനവും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ട്രാക്ഡ് കളക്ഷൻസിലൂടെ നമുക്ക് വന്നിരിക്കുന്ന കണക്കുകളിലേക്ക് നോക്കാം. 649 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 25,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. സിനിമയ്ക്ക് 19% ഇതുവരെയുള്ള ഒക്യുപ്പൻസി. പലരും പ്രതീക്ഷിച്ചിരുന്നു സിനിമ ഇന്ന് ഇടിയും, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കരുത്, അല്ലെങ്കിൽ ഓൾറെഡി ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച സിനിമ 118 കോടിക്ക് മുകളിലേക്ക് വരരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ
അല്ലെങ്കിൽ ഇതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് സിനിമ പോവുകയാണ്. ഇന്ന് ഇതുവരെ വന്ന കളക്ഷൻ സിനിമയ്ക്ക് 41 ലക്ഷം രൂപയായിരിക്കുകയാണ്. അതായത് ഫൈൻ ലൈൻ നമ്മൾ ട്രാക്കിങ്ങിലൂടെ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 46 ലക്ഷം രൂപ വരെ വരും എന്നുള്ളതാണ്. അതിന് മുകളിലേക്ക് പോകാനുള്ള ചാൻസുകൾ കുറവാണ്. കാരണം 7:30 ആകുന്നു ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പം എന്താണേലും മറ്റൊരു റെക്കോർഡ് കൂടിയാണ്. സിനിമ തുടർച്ചയായി 38-ാം ദിനത്തിലും 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകുന്നു. ഇന്നലെ സിനിമയ്ക്ക് 53 ലക്ഷം രൂപയോളമാണ് കളക്ഷൻ വന്നതെങ്കിൽ ഇന്ന് ഏകദേശം 60 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് കളക്ഷൻ വരാൻ പോകുന്നത്. ഒരുപക്ഷെ ആ റേഞ്ചിന് മുകളിലേക്ക് പോകും. ട്രാക്കിങ്ങിലൂടെ മാത്രമായി സിനിമ നേടിയിരിക്കുന്നത് നമുക്ക് ഇന്ന് 108.23 കോടിയാണ്. അതായത് തുടരുമെന്ന ചിത്രം നേടിയ 107.19 കോടി എന്നുള്ളതിൽ നിന്ന് 1 കോടി കൂടെ സിനിമ കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും നമ്മൾ സോഷ്യൽ മീഡിയ പേജുകളിൽ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇൻഡസ്ട്രി ഹിറ്റിൻ്റെ ബോർഡും കാര്യങ്ങളുമൊക്കെ ഒഫീഷ്യലായിട്ട് തന്നെ വന്നിരുന്നു. എന്തായാലും ഇതുവരെയുള്ള സിനിമയുടെ കളക്ഷൻ, ഇന്നലെ വരെയുള്ള കളക്ഷനിലേക്ക് നമുക്കൊന്ന് നോക്കാം. 36-ാം ദിനത്തിൽ അല്ലെങ്കിൽ 37 ദിനം കൊണ്ട് സിനിമ എത്തിയ കളക്ഷൻ ഡീറ്റെയിലേക്ക് ആദ്യം നോക്കാം. 117 കോടി 10 ലക്ഷം രൂപയോളമായിരുന്നു 36-ാം ദിനത്തിൽ സിനിമ നേടിയത്. ഇന്നലെ സിനിമയ്ക്ക് 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 52 ലക്ഷത്തോളം രൂപയാണ് കളക്ഷനായി പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ 117 കോടി 62 ലക്ഷം രൂപയെ ഇന്ന് ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ കൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു സിനിമ 118 കോടിയിലേക്ക് എത്തിയ ആ ഒരു മുഹൂർത്തം. അതായത് സോഷ്യൽ മീഡിയ പേജുകളിൽ പറയുന്ന 118 കോടി 90 ലക്ഷം രൂപ എന്നാണ് പറയുന്നത്. അവിടെ 118 കോടിയിലേക്ക് സിനിമ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോട് കൂടി എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേരിയേഷനൊക്കെ എല്ലാവരും ഇടാറുണ്ട്. ആ ഒരു കാര്യം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏകദേശം 60 ലക്ഷം രൂപയോളമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ വരെയുള്ള 117 കോടി 10 ലക്ഷം രൂപ എന്നുള്ള 117 കോടി 62 ലക്ഷം രൂപ എന്നുള്ള ആ ഒരു കളക്ഷനിൽ നിന്ന് 60 കൂടെ കൂടുമ്പോൾ നമുക്ക് 118 കോടി 20 ലക്ഷം രൂപ എന്നുള്ള റേഞ്ചിലേക്ക് വരികയാണ്. അതായത് ഇനി 70 ലക്ഷം രൂപ കൂടിയാണ് സിനിമയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനായിട്ട് വേണ്ടത്. അല്ലെങ്കിൽ 80 ലക്ഷം രൂപ എന്നുള്ള ലെവലിലേക്ക് നമുക്ക് കുറച്ച് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. അപ്പോഴും ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസത്തിൽ സിനിമ ഈ ഒരു കളക്ഷൻ നേടും എന്നുള്ളത് ഉറപ്പാവുകയാണ്. നാളെ ഞായറാഴ്ച നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 80 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടും എന്നുള്ളതാണ്. എന്തായാലും സിനിമയ്ക്ക് അടുത്ത 23-ാം തീയതി വരെ ഓട്ടം ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. എത്ര തിയേറ്ററുകൾ കുറഞ്ഞാലും അടുത്ത 23, അതായത് ഈ വരുന്ന മാസം 23-ാം തീയതി വരെ, അതായത് 50 ദിവസവും കഴിഞ്ഞിട്ട് സിനിമ OTTയിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. എന്തായാലും ലോക അങ്ങനെ കുതിച്ചു കയറുമ്പോൾ പലരുടെയും വിഷമങ്ങൾ മാറുകയാണ്. പലപ്പോഴും ഈ ഒരു സിനിമയുടെ കളക്ഷൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇപ്പോൾ കുറഞ്ഞ് കാണിക്കുന്നു. ഇപ്പോൾ ചർച്ച തന്നെ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും ഇന്നും ട്രെൻഡിങ്ങിൽ സിനിമ മുന്നോട്ട് പോവുകയാണ്. 1.51, അതായത് 1500 മുകളിലുള്ള ടിക്കറ്റുകൾ ഈ ഒരു നിമിഷം വിറ്റുപോകുന്നു. മറ്റൊരു റെക്കോർഡ് കൂടി ഇന്ന് സിനിമ തൂക്കിയിരിക്കുകയാണ്. 5-ാം വാരത്തിലും 10 കോടിക്ക് മുകളിൽ നേടുന്ന സിനിമയായി മാറിയിരിക്കുന്നു. ഒപ്പം ലോക 300 കോടിയിലേക്ക് എത്താൻ ഇനി 3.5 കോടി ആ റേഞ്ചിലേക്ക് എത്തുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത കൂടിയാണ്. എന്തായാലും കേരള ബോക്സ് ഓഫീസിനെ ഞെട്ടിച്ചുകൊണ്ട് ലോകയുടെ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നു. കാന്താര എന്ന സിനിമ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലെവലിൽ ലോകയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തിയേറ്ററിൽ ഒക്യുപ്പൻസിയിൽ നിന്ന് കാണാൻ കഴിയുന്നു. എന്നിരുന്നാലും ഈ ഒരു 38-ാം ദിനത്തിലും 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകുന്നത് റെക്കോർഡ് തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം. ഗ്രേറ്റ് മീഡിയാസ്.